എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഭൂമിശാസ്ത്ര മൊഡ്യൂളിലെ ടെലിഗ്രാം ചാനലിൽ വരുന്ന നമ്മുടെ പോൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടാൽ ചാനലൊന്ന് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള PSC ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പോളുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ റിവിഷൻ ഒന്നുകൂടി സ്മൂത്ത് ആവും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കണം. ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രസ്താവന. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഇതിൽ സെറ്റായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഈ പരീക്ഷൻ്റെ ഹോളിൽ വെച്ചുകൊണ്ട് ശരിയല്ലാത്തതെന്ന് കാണുമ്പോൾ അത് ശരിയായതാണെന്ന് തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എവിടെയൊക്കെയാണ്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ മുഴുവനും, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ അതെന്താണ്? ശരിയാണ്. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ്. അതും ശരിയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്താണ്? ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂപ്രദേശവും ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ശരിയാണ്. നിമ്നോന്നതികളിൽ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അതും ശരിയാണ്. അപ്പോൾ നിമ്നോന്നതികൾ നിറഞ്ഞ ഈ ഒരു ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി മീശപ്പുലിമലയാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? ആനമുടിയാണ്. 2695 മീറ്ററാണെന്ത്? ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മീശപ്പുലിമലയുടെ പ്രത്യേകത എന്താണ്? രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയത് ആനമുടിയാണ്. അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ ഉയരം കൂടിയത് ഏതാണ്? മീശപ്പുലിമലയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 2695 മീറ്ററാണ് അതിൻ്റെ ഉയരം. രണ്ടാമത്തെ ഉയരം കൂടിയത് എന്ന് പറഞ്ഞാൽ അത് മീശപ്പുലിമലയാണ്. ശരിയാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും അതും എന്താണ്? ആനമുടിയാണ്. രണ്ടും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ രണ്ടാമത്തെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്നും ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? മീശപ്പുലിമലയാണ്. അതുപോലെ നിങ്ങൾ ഓപ്ഷനിൽ ദോഡാബേട്ട എന്ന് കണ്ടാൽ എന്താണ്? തീർച്ചയായിട്ടും ദോഡാബേട്ടയാണ് കൊടുക്കേണ്ടത്. ദോഡാബേട്ടയും മീശപ്പുലിമലയും ഒരുമിച്ച് വരാറില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി മീശപ്പുലിമലയല്ല, ആനമുടിയാണ്. ആനമുടി 2695 ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജില്ലയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. പാലക്കാടായിരുന്നു, പക്ഷേ അതെന്താണ്? നിലവിൽ ഇടുക്കിയാണ് എന്ത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അപ്പോൾ അനുബന്ധമായിട്ട് അതും കൂടി ഓർത്തു വയ്ക്കുക. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങളുള്ള ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. എന്താണ്? ശരിയാണ്. അപ്പോൾ വിവിധ തരം ധാതുക്കളുടെ നിക്ഷേപം കൊണ്ട് സമ്പന്നമാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമി. അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ശരിയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. പ്രസ്താവന ശ്രദ്ധിക്കുക. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. പ്രസ്താവന എന്താണ്? തെറ്റാണ്. മറിച്ച് എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകളാണ്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകൾ എന്താണ്? താരതമ്യേന മഴ കൂടുതലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളല്ല. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ
പടിഞ്ഞാറൻ ചെരുവ്, നമ്മളെ സൈലൻറ്റ് വാലിയൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. പടിഞ്ഞാറൻ ചെരുവിൽ എന്താണ്? പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. ആ ദിശയും ഓർത്തിരിക്കുക, അവിടെ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് തെറ്റായി വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്, ഇലപൊഴിയും കാടുകളല്ല. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിലാണ് എന്ത്? സൈലൻറ്റ് വാലിയൊക്കെ വരുന്നത്. കേരളത്തിലെ മഴക്കാടിന് ഉദാഹരണമാണ് എന്ത്? സൈലൻറ്റ് വാലി. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. കാരണം എന്താണ്? കാലികമായിട്ട് മാത്രമാണ് എന്ത് ഇവിടെ മഴ ലഭിക്കുന്നത്. തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? തേക്ക്, സാല്, ചന്ദനം, മുള. തേക്ക്, സാല്, ചന്ദനം, മുള തുടങ്ങിയ വൃക്ഷങ്ങളാണെന്ത്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൃക്ഷ ഇനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകളാണ്, അല്ലാതെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളല്ല. അത് നോട്ട് ചെയ്യുക. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവ്, സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന പ്രദേശത്ത് എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകളാണ്. അടുത്തത് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഡെക്കാൻ പീഠഭൂമിയെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ്. അതിൽ ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഡെക്കാൻ പീഠഭൂമി അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞു ഉണ്ടായതാണ്. പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി എന്ന് പറയുന്നത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണിത് ഡെക്കാൻ പീഠഭൂമി. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായതാണെന്ത്? ഡെക്കാൻ പീഠഭൂമി. അതും ശരിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ്? ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകൾ കൊണ്ട് നിർമ്മിതമാണെന്ത്? ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗമായാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശം വരുന്നത്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതിലെ ദിശയാണ് തെറ്റ്. കിഴക്കല്ല, തെക്ക് ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്താണെന്ത്? ഡെക്കാൻ പീഠഭൂമി പ്രദേശം വരുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമായാണെന്ത്? ഡെക്കാൻ പീഠഭൂമി പ്രദേശം വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. അപ്പോൾ ഡെക്കൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം എന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെയും വിശേഷാൽ ഡെക്കാൻ പീഠഭൂമിയിലും കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറഞ്ഞത് എന്താണ്? കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ചോദിച്ചാൽ അതും ഏതാണ്? പരുത്തി കറുത്ത മണ്ണാണ്. അപ്പോൾ കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ എന്താണ്? കറുത്ത മണ്ണാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. എന്താണ് അതിലെ തെറ്റ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കല്ല, തെക്ക് ഭാഗമായിട്ടാണ് എന്ത്? ഡെക്കാൻ പീഠഭൂമി പ്രദേശം വരുന്നത്. അത് നമ്മൾ ആ മാപ്പ് ഇങ്ങനെ ഓർത്ത് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മാപ്പ് ഒന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്താൽ ആ സംഭവം നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്. ഇതിലേത് മണ്ണിനാണ് ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെമ്മണ്ണാണ്. ചെമ്മണ്ണിലാണ് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ. ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം വരാൻ കാരണം. അപ്പോൾ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? ചെമ്മണ്ണാണ്. ഓപ്ഷൻ ബി ചെമ്മണ്ണാണ് എന്ത്? ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്. അപ്പോൾ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും കാരണം മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിന് ഉദാഹരണമാണെന്ത്? ലാറ്ററൈറ്റ് മണ്ണ്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണെന്ത്? ലാറ്ററൈറ്റ് മണ്ണ്.
ചെമ്മണ്ണും ലാറ്ററൈറ്റ് മണ്ണുമാണെന്ത് ഫലഭൂയിഷ്ഠത ഏറ്റവും കുറഞ്ഞ മണ്ണ്. പക്ഷേ എന്താണ് നമുക്ക് അതിൽ വളപ്രയോഗങ്ങളിലൂടെ നമുക്ക് ആ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിച്ചെടുക്കാം. അപ്പോൾ ലാറ്ററൈറ്റിനെ കുറിച്ച് വേറൊരു ഫാക്റ്റ് എന്താണ്, റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണെന്ത് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഴയും വേനൽക്കാലം അങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് രൂപപ്പെടുന്ന മണ്ണാണെന്ത് ഈ ലാറ്ററൈറ്റ് മണ്ണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. തെറ്റായ പ്രസ്താവന, അതായത് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പ്രസ്താവനകൾ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. എന്താണ് ഉപദ്വീപീയ നദികൾ? എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിലെ പർവ്വത പ്രദേശങ്ങളിൽ നിന്നാണ് ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കുന്നത്. അത് ശരിയാണ്. ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ്. അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഉപദ്വീപ് നദി എന്നാണ്, ഉപദ്വീപീയ എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വായിച്ചാൽ മതി. ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ്. പ്രസ്താവന ശരിയാണ്. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത എന്താണ്? അവരുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ്. എന്നാൽ മഞ്ഞ് പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണ്? അവയിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. അവ ഒരിക്കലും മഴയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ ഉപദ്വീപീയ നദികൾ പൂർണ്ണമായും മഴയെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ നീരൊഴുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ നദികളിൽ വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും, മഴയെ ആശ്രയിക്കുന്നതുകൊണ്ട്. അത് നമുക്ക് നാലാമത്തെ പ്രസ്താവന പഠിക്കാണ്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് മഹാനദി, ഗോദാവരി എന്നിവ. ഈ പ്രസ്താവന തെറ്റാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന നദികൾ മഹാനദിയും ഗോദാവരിയല്ല, നർമ്മദയും താപ്തിയാണ്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതാണ്? നർമ്മദയും താപ്തിയുമാണ്, മഹാനദി, ഗോദാവരി എന്നിവയല്ല. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയുമാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഉപദ്വീപീയ നദികളിൽ വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും. ശരിയാണ്. അതിൻ്റെ കാരണം എന്താണ്? പൂർണ്ണമായും മഴയെ ആശ്രയിച്ചുകൊണ്ടാണ് ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക്. അതുകൊണ്ട് വേനൽക്കാലത്ത് അതിൽ വെള്ളം കുറവായിരിക്കും. എന്നാൽ ഹിമാലയൻ നദികളിൽ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. അതിൻ്റെ കാരണം അവ ഉത്ഭവിക്കുന്നത് മഞ്ഞു പ്രദേശങ്ങളിൽ നിന്നാണ്. മഞ്ഞു പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് ഹിമാലയൻ നദികളിൽ എപ്പോഴും ജലം ഉണ്ടാവും. ഉപദ്വീപീയ നദികളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ഉപദ്വീപീയ നദികളെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്. അതിൽ നിന്ന് ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദിയുടെ നീളം 857 കിലോമീറ്ററാണ്. ആ പ്രസ്താവന ശരിയാണ്. അപ്പം മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉപദ്വീപീയ നദിയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് മഹാനദി. അപ്പോൾ മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മൈക്കല നിരകളിൽ നിന്നാണ്. എവിടെ? മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദിയുടെ നീളം എത്രയാണ്? 857 കിലോമീറ്ററാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. അതും ശരിയാണ്. അപ്പോൾ മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ല്. 857 കിലോമീറ്റർ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കല നിരകൾ. മൈക്കല നിര, മധ്യപ്രദേശ്, മഹാനദി, എല്ലാറ്റിലും ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. അടുത്ത ഉപദ്വീപീയ നദിയായ ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. അതും ശരിയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് 2 ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് വെച്ചാൽ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാനദി, മൈക്കല നിരകൾ, മധ്യപ്രദേശ്. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്ററാണ്. ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് പ്രധാന പോഷക നദികൾ. അതും ശരിയാണ്. അപ്പോൾ ഗോദാവരിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്ററാണ്. അപ്പോൾ
ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗോദാവരി നദിയാണ്. 1465 മീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതിയും ശബരിയും. ഇന്ദ്രാവതിയും ശബരിയുമാണ് എന്ത്? ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. കൃഷ്ണ നദിയുടെ നീളം 1200 കിലോമീറ്ററാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കൃഷ്ണ നദിയുടെ നീളം എത്രയാണ്? 1400 കിലോമീറ്ററാണ്. 1200 അല്ല, 1400 കിലോമീറ്ററാണ് എന്ത്? കൃഷ്ണ നദിയുടെ നീളം. അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണിത് ഇതിൽ തെറ്റ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആ ജസ്റ്റ് പോയിന്റുകൾ പറയാം. മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്ന് 857 കിലോമീറ്റർ നീളം ഇബ് ടെൽ പോഷക നദികൾ. ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് 1465 കിലോമീറ്റർ നീളം. പ്രധാനപ്പെട്ട പോഷക നദികളാണെന്ത്? ഇന്ദ്രാവതി, ശബരി എന്നിവ. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഏതാണ്? ഗോദാവരിയാണ്. ഇനി അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ്. കൃഷ്ണ നദിയുടെ നീളം 1200 അല്ല, 1400 കിലോമീറ്ററാണ്. അടുത്തത് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. അതാണ് എന്താണ്? ശരിയാണ്. അപ്പോൾ ഗോദാവരിയും അതുപോലെ കൃഷ്ണ നദിയും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് എന്ത്? ഗോദാവരി ഉത്ഭവിക്കുന്നത്. എന്നാൽ പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് എന്ത്? കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. കൃഷ്ണ നദി മഹാബലേശ്വർ കുന്നുകളിൽ നിന്നും ഗോദാവരി എന്താണ്? നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട നിരകളിൽ നിന്നുമാണ് എന്ത്? ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്. കൃഷ്ണ നദിയുടെ നീളം നമ്മൾ നേരത്തെ പറഞ്ഞു 1400 കിലോമീറ്ററാണ്. പ്രധാന പോഷക നദികൾ ഭീമ, തുംഗഭദ്ര എന്നിവയാണ്. അതും ശരിയാണ്. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്ററാണ്. ഭീമ, തുംഗഭദ്ര എന്നിവയാണ് പ്രധാന പോഷക നദികൾ. അപ്പോൾ ഉപദ്വീപീയ നദികളിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. ഒന്നാമത്തേത് ഗോദാവരിയാണ്, 1465 കിലോമീറ്ററാണ് നീളം. രണ്ടാമത്തേതാണ് കൃഷ്ണ നദിയാണ്, 1400 കിലോമീറ്ററാണ് നീളം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി കൃഷ്ണ നദിയാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. 1465 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്ററാണ്. അടുത്ത പ്രസ്താവന നോക്കാം. കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്. കാവേരി നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. എവിടെ? കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് എന്ത്? കാവേരി നദി ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്ന്. കൃഷ്ണ നദി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ കാവേരി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ഒക്കെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. കാവേരി നദിയുടെ നീളം 800 കിലോമീറ്ററാണ്. കബനി, അമരാവതി എന്നിവയാണ് പ്രധാന പോഷക നദികൾ. അതും ശരിയാണ്. അപ്പോൾ കാവേരി നദിയുടെ നീളം എത്രയാണ്? 800 കിലോമീറ്ററാണ്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കബനിയും അമരാവതിയും. അപ്പോൾ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് ഏതാണ്? തുംഗഭദ്രയും ഭീമയുമാണ്. കാവേരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, അമരാവതി എന്നിവയാണ്. കബനി, അമരാവതി എന്നിവയാണ്. കാവേരിയുടെ നീളം എത്രയാണ്? കാവേരി നദിയുടെ നീളം 800 കിലോമീറ്ററാണ്. പോഷക നദികളും നീളമൊക്കെ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ തെറ്റിച്ച് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണെന്ത്? ഇതിൻ്റെ നീളത്തിൻ്റെ മീറ്റർ കണക്ക്, അതേപോലെ പോഷക നദികൾ, അതുപോലെ ഉത്ഭവ പ്രദേശം. അപ്പോൾ ഇത് മൂന്നും നമ്മളെപ്പോഴും എന്താണ്? ഓർത്ത് വെക്കണം. അടുത്തതും എന്താണ്? ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. വീണ്ടും ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്. അപ്പോൾ നർമ്മദ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അതും മൈക്കല നിരകളാണ്. പക്ഷേ അതെവിടെയാണ്? മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. എന്നാൽ ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് എന്ത്? നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ രണ്ടും കൺഫ്യൂഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്ററാണ്. പ്രധാന പോഷക നദികളാണ് ഹിരണ്, ബഞ്ചൻ എന്നിവ.
അപ്പോൾ നർമ്മദയുടെ നീളം എന്ന് പറയുന്നത് 1312 കിലോമീറ്ററാണ്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരണും ബെഞ്ചനുമാണ്. ബെഞ്ചനാണ്. അപ്പോൾ അതും ശരിയാണ്. അടുത്ത പ്രസ്താവന നോക്കാം. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ 2 നദികൾ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. ആദ്യത്തെ നദിയായ ഇത് മഹാനദിയും അതുപോലെ താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. മഹാനദി മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നും താപ്തി നദി മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ അതും ശരിയാണ്. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയ 3ാമത്തെ നദി താപ്തി ആണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതേതാണ്? നർമ്മദയാണ്. നമുക്കറിയാം ഗോദാവരി 1465 കിലോമീറ്റർ, കൃഷ്ണ 1400 കിലോമീറ്റർ, പിന്നീട് വരുന്നത് ഏതാണ്? 1312 കിലോമീറ്ററുള്ള നർമ്മദയാണ്. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയ 3ാമത്തെ നദി ഏതാണ്? നർമ്മദയാണ്, താപ്തി അല്ല. താപ്തി എന്താണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും ചെറിയ നദിയാണെന്ത്? ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് താപ്തി. ഏറ്റവും നീളം കൂടിയത് ഗോദാവരി. അപ്പോൾ അത് രണ്ടും പഠിച്ചിരിക്കും. താപ്തി നദിയുടെ നീളം 724 കിലോമീറ്ററാണ്. ആനർ, ഗിർന എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ താപ്തി നദിയുടെ നീളം എത്രയാണ്? 724 കിലോമീറ്ററാണ്. ആനർ, ഗിർന എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ആനർ, ഗിർനയാണ്. 724 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഫാക്റ്റുകൾ എന്തൊക്കെയാണ്? ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. 1312 കിലോമീറ്റർ നീളം. ഹിരൺ, ബഞ്ചൻ പോഷക നദികൾ. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. 724 കിലോമീറ്റർ നീളം. ആനർ, ഗിർന എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. തെറ്റായ പ്രസ്താവന എന്താണ്? ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയ 3ാമത്തെ നദി താപ്തിയാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. 3ാമത്തെ നദി ഏതാണ്? താപ്തിയല്ല, നർമ്മദയാണ്. താപ്തിയുടെ പ്രത്യേകത എന്താണ്? ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് താപ്തി. ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ കർണാടകത്തിലെ ജോഗ് ഫാൾസ് 225 മീറ്റർ സ്ഥിതി ചെയ്യുന്ന നദി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് ഫാൾസ് ആണ്. ജോഗ് ഫാൾസ് എവിടെയാണ്? കർണാടകയിലാണ്. അതിൻ്റെ ഉയരം എത്രയാണ്? 225 മീറ്ററാണ്. 3 ഫാക്റ്റുകൾ കിട്ടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടകത്തിലാണ്. അതിൻ്റെ ഉയരം എത്രയാണ്? 225 മീറ്റർ. അപ്പോൾ ഈ ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? തുംഗഭദ്ര, കാവേരി, ശരാവതി, അമരാവതി. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ശരാവതിയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ 4 ഫാക്റ്റുകൾ പഠിച്ചു. ഒന്നാമത്തേത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് ഫാൾസ് ആണ്. ജോഗ് ഫാൾസ് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ജോഗ് ഫാൾസിൻ്റെ ഉയരം എത്രയാണ്? 225 മീറ്ററാണ്. ഇനി ജോഗ് ഫാൾസ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരാവതി നദിയിലാണ്. ഈ ഉയരമല്ലാത്ത 3ഉം എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉയരം ചോദിച്ചത് കണ്ടിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള 3ഉം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ചോദിച്ചിട്ടുണ്ട്, ജോഗ് ഫാൾസ് എന്നുള്ളത്. അതുപോലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്, കർണാടക. ഉയരം എന്താണ്? അഡീഷണലായി പഠിച്ചു വെക്കുക, 225 മീറ്ററാണ്. അതുപോലെ ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ജോഗ് ഫാൾസ് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്, ശരാവതി നദി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശരാവതി നദിയിലാണ് ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇതിൽ 4 ഫാക്റ്റാണ്. ചെറിയൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 4 ഫാക്റ്റ് ഉണ്ട് ഇതിൽ. താഴെ പറയുന്നവയിൽ നിന്ന് ഹിമാലയൻ നദികളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കണം. അപ്പോൾ താഴെ ഹിമാലയൻ നദികളുടെ പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. അതിൽ ഹിമാലയൻ നദികളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ നോക്കാം. ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നമുക്കറിയാം അതെന്താണ്? ഹിമാലയൻ നദിയുടെ പ്രത്യേകതയാണ്. അപരദന തീവ്രത കുറവ്. അതെന്താണ്? അത് തെറ്റാണ്. അപരദന തീവ്രത എന്താണ്? ഹിമാലയൻ നദികൾക്ക് കൂടുതലാണ്. അപ്പോൾ ഇതാണ് എന്ത്? അതിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം, അത് ഹിമാലയൻ നദിയുടെ പ്രത്യേകതയാണ്. ശരിയാണ്. ഉയർന്ന ജലസേചന ശേഷി, അതും ശരിയാണ്. ഉയർന്ന ജലസേചന ശേഷി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് മഴയെ ആശ്രയിക്കുന്ന നദികളല്ല, കാരണം മഞ്ഞ് പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ്? എപ്പോഴും ഉയർന്ന ജലസേചന ശേഷി ഉണ്ടാവും. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത, അതും ശരിയാണ്. അപ്പോൾ ഹിമാലയൻ നദികളിൽ എന്താണ്? സമതല പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യും. അപ്പോൾ ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണ്? പർവ്വത മേഖലകളിലാണെങ്കിൽ എന്താണ്? അത് കന്ധരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്
സമതലങ്ങളിലേക്ക് എത്തുമ്പോൾ വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഹിമാലയൻ നദിയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് രണ്ടാമത്തേതാണ്. അപരദന തീവ്രത കുറവല്ല, കൂടുതലാണ്. ഹിമാലയൻ നദികൾക്ക് അപരദന തീവ്രത കൂടുതലാണ്. അപ്പോൾ ഹിമാലയൻ നദികൾക്ക് എന്താണ്, എല്ലാം കൂടുതലാണ്. ജലസേചനാണെങ്കിലും അപരദന തീവ്രതയാണെങ്കിലും അതുപോലെ വൃഷ്ടിപ്രദേശമാണെങ്കിലും എല്ലാം എന്താണ്, കൂടുതലാണ്. അപ്പോൾ ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപരദന തീവ്രത എന്താണ്, കൂടുതലാണ്, കുറവല്ല. അപ്പോൾ ഈ പ്രസ്താവനയാണ് തെറ്റ്. വിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. പർവ്വത മേഖലകളിൽ എന്താണ്, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. ഇത്രയാണ് എന്ത്, ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രധാന പോയിന്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. നേരത്തെ നമ്മൾ ഹിമാലയൻ നദികളുടെ പ്രത്യേകത പറഞ്ഞു. ഇനി ഉപദ്വീപീയ നദികളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഇത് SCRT-യിൽ രണ്ടും കമ്പയർ ചെയ്തിട്ട് ഒരു കോളം തന്നിട്ടുണ്ട്. അത് ഞാൻ 2 പോളാക്കി ഇട്ടതാണ്. അപ്പോൾ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് പിന്നെ നമുക്കറിയാം, അത് ഉപദ്വീപീയ നദികളുടെ ഒരു പ്രത്യേകതയാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം, അതും ശരിയാണ്. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതയാണ് എന്ത്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത താരതമ്യേന കുറവ്, അതും എന്താണ്, ശരിയാണ്, പ്രത്യേകത ആണ്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത വളരെ കൂടുതൽ, അത് തെറ്റാണ്. ഉപദ്വീപീയ നദികളിൽ എന്താണ്, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത വളരെ വിരളമാണ്, അല്ലെങ്കിൽ സാധ്യത താരതമ്യേന കുറവാണ്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ എന്താണ്, ഉൾനാടൻ ജലഗതാഗതത്തിന് താരതമ്യേന സാധ്യത കുറവാണ്. എന്നാൽ ഹിമാലയൻ നദികളിലാണെങ്കിൽ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കൂടുതലാണ്. കുറഞ്ഞ ജലസേചന ശേഷി, ശരിയാണ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ എന്താണ്, സൃഷ്ടിക്കപ്പെടുന്നില്ല. എന്താണ്, കാഠിന്യമേറിയ ശിലകളിലൂടെയാണ് എന്ത്, ഉപദ്വീപീയ നദികൾ ഒഴുകുന്നത്. അതുകൊണ്ട് എന്താണ്, അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. എന്നാൽ ഹിമാലയൻ നദികൾ എന്താണ്, പർവ്വത പ്രദേശങ്ങളിൽ ഒഴുകി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. സമതല പ്രദേശങ്ങളിൽ വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുകയും ചെയ്യും. അപ്പോൾ ഇതിൽ എന്താണ്, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കൂടുതൽ എന്നുള്ളതാണ് എന്ത്, അതിൻ്റെ പ്രത്യേകതയിൽ പെടാത്തത്. ഉൾനാടൻ ജലഗതാഗതത്തിന് താരതമ്യേന സാധ്യത കുറവാണെന്ത്, ഉപദ്വീപീയ നദികളിൽ. അപ്പോൾ ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഒന്നുകൂടി നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത എന്താണ്, താരതമ്യേന കുറവാണ്. ഉൾനാടൻ ജലഗതാഗതത്തിന് താരതമ്യേന സാധ്യത കുറവാണ്. കുറഞ്ഞ ജലസേചന ശേഷിയാണ്. അതിൻ്റെ കാരണം എന്താണ്, പൂർണ്ണമായും മഴയെ ആശ്രയിക്കുന്ന നദികളാണ്. അപ്പോൾ വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും. അടുത്ത, കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പോൾ കാഠിന്യമായ ശിലകളിലൂടെയാണ് എന്ത്, ഉപദ്വീപീയ നദികൾ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ന്യൂഡൽഹി യമുന, ദേവപ്രയാഗ് അളകനന്ദ, പാറ്റ്ന ഗംഗ, വിജയവാഡ കാവേരി, ലുധിയാന സത്ലജ്. ഇതെന്താണ് ഈ ജോഡി എന്ന് പറഞ്ഞാൽ, പട്ടണങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന നദീതീരങ്ങളാണ്. അപ്പോൾ ഏത് നദിയുടെ തീരത്താണ് ഈ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ജോഡിയാണ്. ഇപ്പോൾ ന്യൂഡൽഹി യമുന, ശരിയാണ്. ന്യൂഡൽഹി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, യമുന നദിയുടെ തീരത്താണ്. ദേവപ്രയാഗ് അളകനന്ദ, അതും എന്താണ്, ശരിയാണ്. ദേവപ്രയാഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അളകനന്ദ നദിയുടെ തീരത്താണ്. പാറ്റ്ന ഗംഗ, അതും എന്താണ്, ശരിയാണ്. അപ്പോൾ ഗംഗയുടെ തീരത്താണ് എന്ത്, പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പട്ടണമാണ് ഇത്, വാരണാസി. വിജയവാഡ കാവേരി, അതെന്താണ്, തെറ്റാണ്. വിജയവാഡ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാവേരിയുടെ തീരത്തല്ല, പിന്നെ എവിടെയാണ്, കൃഷ്ണ നദിയുടെ തീരത്താണ്. വിജയവാഡ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാവേരിയുടെ തീരത്തല്ല, എവിടെയാണ്, കൃഷ്ണ നദിയുടെ തീരത്താണ്. ലുധിയാന സത്ലജ്, ശരിയാണ്. ലുധിയാന പട്ടണം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയുടെ തീരത്താണ്. ലുധിയാന എവിടെയാണ്, പഞ്ചാബിലെ ഒരു പട്ടണമാണ്. അത് സത്ലജ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂഡൽഹി അതുപോലെ ആഗ്രയൊക്കെ എവിടെയാണ്, യമുന നദിയുടെ തീരത്താണ്. ദേവപ്രയാഗ് എവിടെയാണ്, അളകനന്ദ നദിയുടെ തീരത്താണ്. പാറ്റ്നയും വാരണാസിയും എവിടെയാണ്, ഗംഗാ നദിയുടെ തീരത്താണ്. വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്താണ്. ലുധിയാന സത്ലജ് നദിയുടെ തീരത്താണ്. അപ്പോൾ
പ്രധാനപ്പെട്ട പട്ടണങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന നദീതീരങ്ങളും ഉള്ള ജോഡിയാണ് തന്നിട്ടുള്ളത്. ഇതിലെ തെറ്റെന്താണ്? വിജയവാഡ. കാവേരി എന്നുള്ളത് തെറ്റാണ്. വിജയവാഡ എവിടെയാണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ പ്രധാനം നോട്ട് ചെയ്ത് വെക്കേണ്ടത് വാരണാസി, അഡീഷണലായി നോട്ട് ചെയ്ത് വെക്കേണ്ടതെന്നാണ്. വാരണാസി ഗംഗയുടെ തീരത്താണ്. അതുപോലെ ആഗ്ര, താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്രയും എവിടെയാണ്? യമുന നദിയുടെ തീരത്താണ്. അത് രണ്ടും പ്രത്യേക അഡീഷണലായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. താഴെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന കൃഷികൾ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന കൃഷികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയൊക്കെയാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന കൃഷികൾ. ശരിയാണ്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല് എന്നിവയാണ് പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ. അതും ശരിയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്. കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന തൊഴിൽ മേഖലകൾ. അതും ശരിയാണ്. കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന തൊഴിൽ മേഖലകൾ. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്? 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നുള്ളതാണെന്ത്? ഉത്തരം. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ മറ്റ് സവിശേഷതകളെ കുറിച്ചാണ് പറഞ്ഞത്. പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ് പ്രധാന കൃഷി. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല് എന്നിവയാണെന്ത്? പ്രധാന ധാതു വിഭവങ്ങൾ. കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന തൊഴിൽ മേഖലകൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. 14 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ഒക്കെ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പരീക്ഷകൾ എഴുതുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പിന്നെ കാണാം.